ശിവാനി ഹോസ്പിറ്റലിൽ പോവാം. വേഗം കുറച്ച് വെള്ളം വാങ്ങിച്ചേ. ശിവാനി മോളെ, അവിടെ കടയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ആന്റി, എനിക്ക് പച്ചവെള്ളമൊന്നും വേണ്ട, ഉപ്പിട്ട് സോഡ അങ്ങനെ എന്തെങ്കിലും മതി. ഒന്ന് പ്രണവിന്റെ അടുത്ത് പോയി പറയൂ. ഞാൻ വിളിച്ചു പറയാം. ഏയ്, വിളിച്ചു പറയണ്ട, തൊട്ടപ്പുറത്തല്ലേ ആന്റി കട. ആന്റി അവിടെ പോയി പറഞ്ഞാ മതി. അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറയാം. ഏയ്, അത് വേണ്ട, നീതി ഇവിടെ ഇരിക്കും. എനിക്ക് അതാ ഒരു ധൈര്യം. ആന്റി ഒന്ന് പോയി പറയാം ആന്റി, പ്ലീസ്. ശരി, ഞാൻ പോയിട്ട് വരാം. ഇത്ര പെട്ടെന്ന് ഇവിടെ ബോധക്കേടി നമ്മൾ ഉണർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ മോള് പേടിച്ചു പോയോ? നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചേ? എന്തൊക്കെ തന്ത്രം പണിഞ്ഞ് നീ എനിക്കെതിരെ കൊണ്ടുവന്നാലും അതിൽ നിന്നെല്ലാം തലയൊരു രക്ഷപ്പെടാനുള്ള ബുദ്ധി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ശ്രീകോവിലിന്റെ മുന്നിൽ ഞാൻ തല ചുറ്റി വീണപ്പോ മോൾ ഒരുപാടങ്ങ് സന്തോഷല്ലേ? ബോധമറ്റ് കിടക്കുന്ന എന്നെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് നിനക്ക് പ്രണവിനെ അറിയിച്ച് ജയിക്കാന്ന് കരുതിയല്ലേ? പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോട്, എനിക്കൊരു സിക്സ്ത് സെൻസ് ഉണ്ട് കൂട്ടുകാരി. വരാൻ പോകുന്ന അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റും. അതിന് ചില സൂചനകൾ എനിക്ക് എന്റെ 6ാം ഇന്ദ്രിയം അങ്ങ് ഇട്ടുതരും. ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോണോന്നും പറഞ്ഞ് നിന്റെ പുന്നാര അമ്മായിയമ്മയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ. അതാ പെണ്ണും പിള്ള കുറച്ചങ്ങ് ഓവറാക്കി. അപ്പോഴേ എനിക്ക് അപകടം മണത്തതാ. പിന്നെ ഇവിടെ അമ്പലത്തിൽ വന്നതിന് ശേഷമുള്ള ആന്റിയുടെ അഭിനയം, പെട്ടെന്നുണ്ടായ ഒരു തലചുറ്റലും അവശതയും. പക്ഷെ നിധി, ഞാൻ അവിടെ എന്റെ സംശയം ഒന്നുകൂടി ബലപ്പിച്ചു. ആന്റി വാ, ഇറങ്ങ്. എന്തോ എനിക്കൊരു വയ്യായിക പോലെ, തല ചുറ്റുന്നോന്നൊരു സംശയം. കുഴപ്പമല്ലോ ഉണ്ടാമേ, ഹോസ്പിറ്റലിൽ പോണോ? അതൊന്നും വേണ്ട. പാർവതി ആന്റിക്ക് പെട്ടെന്ന് ഒരു കരിക്കുടിക്കണമെന്നൊരു മോഹം തോന്നിയില്ലേ? അതില്ലാത്ത തലകറക്കത്തിൻ്റെതാണെന്ന് വിശ്വസിക്കാനും മാത്രം പൊട്ടിയാണോ ശിവാനി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവിടെയല്ലേ അടുത്ത ട്വിസ്റ്റ്. പ്രണവിനും പാർവതി ആന്റിക്കും പുതിയ കരിക്ക് വെട്ടിക്കൊടുത്തു. എനിക്ക് നേരത്തെ തന്നെ വെട്ടിവെച്ചിരുന്ന ഒരു കരിക്കെടുത്ത് തന്നപ്പോ അതിലെന്തോ ചതിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ കരിക്കൊന്ന് രുചിച്ച് നോക്കിയപ്പോഴേ അതിലെന്തോ കലർത്തിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ആ സിക്സ്ത് സെൻസ്, അതെനിക്ക് സൂചനയായിട്ട് തന്നു. അതെനിക്ക് ബോധ്യമായതോടെ കരിക്ക് കുടിച്ചതായിട്ട് ഞാൻ അങ്ങ് അഭിനയിച്ചു. എനിക്ക് മാത്രം എന്താ ഇയാള് വെട്ടിവെച്ചിരുന്ന കരിക്കെടുത്ത് തന്നത്? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ഇനിയൊരു സത്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ ഇളനീരെന്റെ നാവിലൊന്ന് തൊട്ടു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും ഞാൻ കുടിച്ചിട്ടില്ല. അഭിനയിച്ചതേ പാർവതി ആന്റി മാത്രമായിരുന്നില്ല. അഭിനയിക്കാൻ അറിയാത്ത ആ കടക്കാരനും നിന്ന് വെട്ടി വിയർത്തപ്പോ നടക്കുന്ന നാടകങ്ങളുടെയൊക്കെ പിന്നിൽ നിന്ന് കർട്ടം വലിക്കുന്നത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന പാർവതി ആന്റിക്ക് വന്നൊരു കോൾ. അത് നിന്റെ കോളായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. ആന്റി നന്നായിട്ട് പരങ്ങുന്നുണ്ടല്ലോ. ആരെയോ അന്വേഷിക്കുന്നുണ്ട്. ആ നിധി ഇവിടെ എവിടെയോ ഉണ്ടാവാനാ സാധ്യത. അത് നിധി തന്നെ. ഞാൻ സ്വബോധത്തിൽ നിന്നാൽ അവൾ അരികിലേക്ക് വരില്ല. ഇനി കളി എന്റേതാ നിധി. മറഞ്ഞു നിൽക്കുന്ന നിന്നെ വെളിച്ചത്ത് കൊണ്ടുവരാൻ എനിക്ക് ഒറ്റ വഴിയുണ്ടായിരുന്നുള്ളൂ. ആ ശ്രീകോവിലിന് മുന്നിൽ നീ ഏർപ്പെടുത്തിയ 2 അഭിനേതാക്കളെക്കാൾ ഗംഭീരമായിട്ട് ഞാനങ്ങ് അഭിനയിച്ചു.
മുഖത്തേക്ക് നോക്കിയ കൂട്ടുകാരി. നിന്റെ പ്രിയപ്പെട്ട പാർവതി ആന്റിയെക്കാളും നടൻ ആ കരിക്ക് കടക്കാരനെക്കാളും നല്ല കിടിലം ഭാവം വന്നതേ എന്റെ മുഖത്തല്ലായിരുന്നു. നിനക്ക് കൂട്ടായിട്ട് സഹസംവിധായകയായി നിന്റെ പുന്നാര അമ്മായിയമ്മയും കൂടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതിനുള്ള പണി ഞാൻ വരവ് വച്ചിട്ടുണ്ട്. അത് വേറെ, ഞാൻ കൊടുത്തോളാം കേട്ടോ. ഇപ്പൊ എനിക്കറിയേണ്ടത് ഇനി അടുത്ത പ്ലാൻ എന്താണെന്നാ. നിന്റെ നാവിറങ്ങിയിരിക്കുകയാണെന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയും, നീ അതനുസരിക്കും. പ്രണവും പാർവതി ആന്റി ഇപ്പൊ തിരിച്ചു വരും. ഇനി ഒരു ആശുപത്രിയിലേക്കും പോണ്ടാന്ന് നീ തന്നെ അവരങ്ങ് പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിലുണ്ടല്ലോ മോളെ, നടന്ന കാര്യമെല്ലാം അക്കമിട്ട് ഞാൻ ഇപ്പൊ തന്നെ പ്രണവിന്റെ മുന്നിലങ്ങ് നിരത്തും. എന്തോടാ നീ തന്നെ അങ്ങ് തീരുമാനിക്കേ. കുടിക്ക്. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണം മാറിയോ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നൊന്നും പറയണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചേക്കാം. എന്റെ പ്രണവേ വേണ്ട, കുറച്ചു നേരം വീട്ടിൽ പോയെന്ന് കിടന്നാ മതി, എല്ലാം ഓക്കെ ആവും. എടുത്ത് ഇവിടെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എത്രയും വേഗം നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും പല പല ഡോക്ടേഴ്സിനെ മാറിയും തിരിഞ്ഞും കാണിക്കുന്നതും ശരിയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ വീട്ടിലേക്ക് പൊയ്ക്കോ. ശിവാനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അതായിരിക്കും ഇപ്പൊ നല്ലത്, അല്ലേ അമ്മ? അതായാലും മതി. അതായാലും മതിയെന്നല്ല, അതാണ് നല്ലത്. നിധി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, നമുക്ക് നിധി അങ്ങ് അമ്പലത്തിലേക്ക് ആക്കിയാലോ? അതൊന്നും വേണ്ട, നടന്നു പോകാവുന്ന ദൂരല്ലേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളാം. നിങ്ങള് വീട്ടിലേക്ക് പൊയ്ക്കോ. അത് മതി ചേട്ടത്തി. അത് മതി. ഇപ്പൊ ശിവാനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. നിധി, നിധി താങ്ക്സ്. എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ.